നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കിംഗ് എംപ്ലോയി ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങൾ ജോലി ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറി കൊണ്ടും, അല്ലെങ്കിൽ തന്നെ നിങ്ങളൊരു സ്റ്റുഡൻ്റായി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി കൊണ്ടും നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാനുള്ള കുറച്ച് വഴികളുണ്ട്. ആ വഴികളാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഹബീബി, കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഈ 2025 പാസീവ് ഇൻകം വഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. പക്ഷേങ്കിൽ യൂട്യൂബ് തന്നെയെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും യൂട്യൂബിൽ നിന്ന് ഇൻകം വരും. പക്ഷെങ്കിൽ അതിനതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ സമയങ്ങളെടുക്കും. അതായത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഇൻകം കിട്ടൂല. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ടൈമാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് നിങ്ങൾ കണ്ടിന്യൂസ്ലി, അതായത് കോൺസ്റ്റൻ്റായിട്ട് നിങ്ങൾ കണ്ടൻറ്റുകൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കണം, നിങ്ങൾ ആദ്യം തീരുമാനിക്കണം നിങ്ങൾ ഏത് കണ്ടൻറ്റ് ചെയ്യണമെന്നുള്ളത്. അത് ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് യൂട്യൂബിൽ കണ്ടൻറ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നൊരു നല്ലൊരു റവന്യൂയിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു പോപ്പുലാരിറ്റിയിലോട്ടോ നിങ്ങൾ യൂട്യൂബ് കൊണ്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനെ കൊണ്ട് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. ഒരു മെയിൽ ഐ ഡി ഉണ്ടായാൽ മതി. ഒരു മെയിൽ ഐ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം. ശരിക്കും നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടി തുടങ്ങണമെങ്കിൽ നിങ്ങൾക്കൊരു ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാകണം. ഈ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ ഈ ആഡ്സെൻസ് അക്കൗണ്ട് വഴിയാണ് നിങ്ങളുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാര്യം. യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഒരു ചാനൽ തുടങ്ങി രണ്ട് വീഡിയോ ഇട്ടിട്ട് ഉടനെയൊന്നും യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടത്തില്ല. അതിൻ്റേതായിട്ടുള്ള കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളൊരു ചാനൽ തുടങ്ങി, അതായത് ആ ചാനൽ തുടങ്ങി 365 ദിവസമാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ 365 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവണം. അതുപോലെ വാച്ച് അവർ ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു 4000 വാച്ച് അവർ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് നിങ്ങളുടെ വീഡിയോകൾ മോണിറ്റൈസ് ചെയ്ത് നിങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ. 4000 വാച്ച് അവർ എന്ന് പറയുന്നത് അത് പല രീതിയാണ്. നിങ്ങളിടുന്ന കണ്ടൻറ്റിൻ്റെ കൂട്ടിരിക്കും. ചിലർക്ക് ചിലപ്പോൾ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഈ പറയുന്ന സബ്സ്ക്രൈബേഴ്സും സബ്സ്ക്രിപ്ഷനും പിന്നെ വാച്ച് അവറും കിട്ടും. ചിലർക്ക് വർഷങ്ങൾ, ചിലപ്പോൾ 6 മാസം കൊണ്ടും ചിലപ്പം 1 വർഷം കൊണ്ടും ഒക്കെ ആവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 5 മാസം കൊണ്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനും കിട്ടി, എനിക്ക് എൻ്റെ വാച്ച് അവറും കിട്ടി. എനിക്ക് 4-5ാമത്തെ മാസം തൊട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങി, എനിക്ക് ഇൻകം വന്നു തുടങ്ങി. ഇനി നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ഈ യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് റവന്യൂ കിട്ടുന്നതെന്ന്. നമ്മളൊക്കെ യൂട്യൂബിൽ ഓരോ വീഡിയോ പ്ലേ ചെയ്യുമ്പോഴും കാണത്തില്ലേ ആഡുകൾ വരുന്നത്. അത് പല രീതിയിലുണ്ട്. അതായത് നോൺ സ്കിപ്പബിൾ ആളുണ്ട്. അതൊരു 5 സെക്കൻഡ് വീഡിയോ ഉണ്ടാവും. ഈ 5 സെക്കൻഡ് വീഡിയോ കഴിയുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതല്ലാതെ പിന്നെ നോൺ സ്കിപ്പബിൾ ഉണ്ട്. അതായത് നമുക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റില്ല. ആ വീഡിയോയ്ക്ക് എത്ര ഡ്യൂറേഷൻ ഉണ്ട്, ചിലപ്പോൾ അതൊരു 15 മുതൽ 30 സെക്കൻഡിനുള്ളിലായിരിക്കും. അത്രയും സെക്കൻഡ് നമ്മൾ ആ വീഡിയോ കണ്ടിട്ടിരിക്കണം. ഇങ്ങനെ ഈ 30 സെക്കൻഡൊക്കെയുള്ള വീഡിയോ നോൺ സ്കിപ്പബിൾ ആഡെന്നൊക്കെ പറയുന്നത് ഭയങ്കരമായിട്ട് നല്ല റവന്യൂ കിട്ടുന്ന ആഡുകളാണ്. പിന്നെ ഇനി യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സോഴ്സാണ് ചാനൽ മെമ്പർഷിപ്പ്. അതായത് നിങ്ങളുടെ ചാനൽ ഒരു 30,000 മെമ്പർഷിപ്പ് കടന്നെന്ന് വെച്ചു. നിങ്ങളുടെ ചാനലോടെ നിങ്ങൾക്ക് ഒരു 30,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങളുടെ 30,000 സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കാണുന്ന വ്യൂസിൽ നിന്ന് ഒരു ഫീസ് ഈടാക്കിയിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ആഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഫീ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ യൂട്യൂബ് പുതിയതായിട്ട് റീസെൻ്റ്ലി ഒരു മണി മേക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മെർച്ചൻഡൈസ് ഷെൽഫ് എന്ന് പറയും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ്, അതായത് ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 10,000 ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. 10,000 മുതലുള്ളൊരു സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡിന് നിങ്ങൾ എലിജിബിലിറ്റി ആവും. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് മെർച്ചൻഡൈസ് ഷെൽഫ് വഴി ഇപ്പോൾ ഈ പറയുന്ന ടീഷർട്ട്, ഹുഡീസ്, ബാഗ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂട്യൂബിൻ്റെ തന്നെ മെർച്ചൻഡൈസ് ഷെൽഫിനകത്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കുറേ നിങ്ങൾക്ക് ഓപ്ഷൻസ് വരും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വേണോ, നിങ്ങളുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ലൈനിൽ നിങ്ങൾക്ക് ലിങ്ക് അതിൻ്റെ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. ആ വീഡിയോസ് നിങ്ങൾക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ വീഡിയോസ് കണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ആഡ് കാണുമ്പം ഈ ആഡ് കണ്ട് ആർക്കെങ്കിലും നിങ്ങളുടെ വ്യൂസിന് അത് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അവർക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പർച്ചേസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു കമ്മീഷൻ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് ഇൻകം നേടാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന, ഒരു കണ്ടന്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പോർട്സ് ആക്സസറീസ് ഉണ്ടാവും. ലൈക്ക് ഷൂസ്, ലൈക്ക് ജേഴ്സീസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. ഇത് സെല്ല്
സെല്ല് ചെയ്യുന്ന കമ്പനികളുമായിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ ലിങ്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ട് അങ്ങനെ സെല്ല് ചെയ്യുന്നത് വഴി, അതായത് ലൈക്ക് മെയിൻ പ്ലാറ്റ്ഫോമായ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഷോപ്പിഫൈ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളുടെ ലിങ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ട് നിങ്ങൾ ഇവരുമായിട്ട് ഈ പറയുന്ന കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ അഫിലിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് അങ്ങനെ നിങ്ങൾ ഈ ലിങ്ക് ഇടുന്നത് വഴി ഈ പ്രോഡക്റ്റിന് ഒരു സെല്ലിംഗ് ഉണ്ടായാൽ ഈ സെല്ലിങ്ങിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നും നിങ്ങൾക്കൊരു കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു രീതിയാണ്. അടുത്താണ് ഈ സ്പോൺസർഷിപ്പുകൾ എന്ന് പറയും. അതായത് നമ്മൾ പല വീഡിയോകളും തുടങ്ങുമ്പോൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പല വീഡിയോകളിലും ഇൻ ബിറ്റ്വീനിൽ ഇടയ്ക്ക് അവർ ഏതെങ്കിലും ഒരു ജുവലറി പോകുന്നതോ, അല്ലെങ്കിൽ ഇപ്പം ഒരു സപ്പോസ് ഒരു വെബ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ ഒരു സീനാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പറയും നമുക്ക് ഇന്ന ജുവലറി പോകാം, ഈ ജുവലറി പോയി കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ ഇവർ ആ ജുവലറി പോകുന്നു, അവിടുന്ന് സ്വർണ്ണം എടുക്കുന്നു. അപ്പം അവർ പറയാതെ, അതായത് ഒരു പരസ്യം എന്ന രീതിയിൽ ഇവർ ക്രിയേറ്റ് ചെയ്യാതെ ഈ പറയുന്ന അവർ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ പരസ്യത്തെ ഇവർ ഇൻക്ലൂഡ് ചെയ്ത് ആഡ് ചെയ്ത് ഇവർ സ്പോൺസർഷിപ്പ് എടുക്കും. ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വർഷം, നിങ്ങൾ കുറഞ്ഞത് ഒരു വർഷം നിങ്ങൾ ഈ പറയുന്ന യൂട്യൂബിന് വേണ്ടിയിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യുക. അതിനിടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ മോണിറ്റൈസേഷൻ കിട്ടി ഇൻകം വന്നു തുടങ്ങി ഇതൊക്കെ നിങ്ങൾക്ക് ബോണസായിട്ട് കിട്ടുക. ഒരു വർഷം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ചാനലിനെ നിങ്ങൾക്ക് റീച്ച് ആക്കാൻ പറ്റും. അങ്ങനെ റീച്ച് ആക്കുന്നത് വഴിയാണ് ഈ പറയുന്ന അഡ്വർടൈസിങ് മെത്തേഡുകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്വർടൈസിങ് ഇൻകം സോഴ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു പാസീവ് ഇൻകം കിട്ടാമെന്ന്, അല്ലെങ്കിൽ അടുത്തൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതായത് സെല്ലിംഗ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ഓർ ഓൺലൈൻ കോഴ്സസ്. നമ്മളെല്ലാവരും സ്കൂളിൽ പോയി പഠിക്കുന്ന ഒരു രീതിയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കൊറോണ വന്ന സമയത്ത്, ഈ ലോക്ക്ഡൗൺ ആയ സമയത്ത്, പിള്ളേർക്കൊക്കെ പഠിക്കാനെ കൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത സമയത്ത് അങ്ങനെ വന്നപ്പം വന്നൊരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജിയുടെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ടെക്നോളജി വളരുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് കിട്ടിയ ഒരു കാര്യമാണ് ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇങ്ങനെ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ആ ഒരു സമ്പ്രദായം വന്നപ്പം അന്ന് കേരളത്തിൽ നിന്ന് വന്നൊരു ചെറിയൊരു ഓൺലൈൻ പോർട്ടൽ ഈ ഒരു കോവിഡ് സമയത്ത് ഭയങ്കരമായിട്ട് ഹിറ്റായി. അതായത് ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിൽ വരെ അവരുടെ പേരായിരുന്നു ബൈജൂസ്. ഇന്ന് ബൈജൂസിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അന്നത്തെ കാര്യമാണ്. അതായത് ബൈജൂസ് സക്സസ് ആയിരിക്കുന്ന ബൈജൂസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കോവിഡ് കാലത്തെ ആ ഒരു ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ആ ഒരു സ്കോപ്പ് മനസ്സിലാക്കിക്കൊണ്ട് അവർ വളരെ അടിപൊളിയായിട്ട് അതിനെ മാർക്കറ്റ് ചെയ്ത് എടുത്താണ് ആ ഒരു ലെവൽ, അതായത് ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി ബ്രാൻഡ് ചെയ്യുന്ന ലെവൽ വരെ എത്തി. ഞാൻ പറയുന്നത് ബൈജൂസിൻ്റെ കാര്യമല്ല പറയുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈനിൽ കാശ് ഉണ്ടാക്കാം എന്നുള്ള കാര്യം പറയുന്നത്. ഇപ്പം നിങ്ങൾ പല രീതിയിൽ പല മേഖലയിൽ പലയിടത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഇപ്പം ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, എനിക്ക് ഫോട്ടോഗ്രാഫി, വീഡിയോ എഡിറ്റിങ്, വീഡിയോഗ്രാഫി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പം ഞാൻ എന്നുള്ള വ്യക്തിക്ക് അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇൻകം, പാസീവായിട്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് സോഴ്സുകളുണ്ട്, അറിയാം. അപ്പം എഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്യൂട്ടോറിയൽ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, വീഡിയോഗ്രാഫി, കോണ്ടന്റ് ക്രിയേഷൻ, അങ്ങനെയുള്ള ഈ പറയുന്ന, അതായത് എൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ ചെയ്യാം. നമുക്ക് ഓൺലൈനായിട്ടും കോഴ്സുകൾ ചെയ്യാം, യൂട്യൂബിൽ നമുക്ക് കോഴ്സുകൾ ചെയ്യാം. ഇതിനെല്ലാം നമുക്ക് ചാർജ് ചെയ്ത് തന്നെ നമുക്ക് കോഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങളൊരു ഓൺലൈൻ ക്ലാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമോ നിങ്ങളുടെ ഫേസ്ബുക്കിലോ വഴി നിങ്ങൾക്കത് ചെയ്താൽ മതി. നിങ്ങളിങ്ങനെ ചെയ്ത് നിങ്ങളൊരു 1-2 മിനിറ്റ് വീഡിയോ നിങ്ങൾ ചെയ്തിടുക ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച്. നിങ്ങൾക്ക് മൊബൈൽ ഷൂട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ എഡിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ക്യാപ്കട്ട് ഉണ്ട്, ഇൻഷോട്ട് ഉണ്ട്, അതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. ഈ സോഫ്റ്റ്വെയറൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഇത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്ന ആളുകൾ നിങ്ങൾക്കിപ്പം അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവർ ഓഫ് കോഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങളുടെ നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ടീച്ച് ചെയ്യാം. അങ്ങനെ അവർ വഴി നിങ്ങൾക്ക് പല ക്ലയൻറ്റുകൾ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ മേഖല, ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങളുടെ എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അങ്ങനെ നിങ്ങൾ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ, ഇപ്പം ലൈക്ക് സൈബർ സെക്യൂരിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഒരാൾ, അങ്ങനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കതിനെ നിങ്ങളുടെ അറിവ് അവർക്ക് ഷെയർ ചെയ്യുന്നതിന് നിങ്ങളൊരു ചെറിയൊരു ഫീ ഇടുന്നു എന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു കോഴ്സാക്കി നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ ഈ ബുക്കുകൾ ചെയ്യാം. നിങ്ങൾക്ക് ചെറിയ കുഞ്ഞു ഡിജിറ്റൽ ബുക്കുകൾ നിങ്ങൾക്ക് ഇപ്പോൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി അതൊരു ഇ ബുക്ക് പോലെ ആക്കിയിട്ട് ഈ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്കതിനെ തയ്യാറാക്കി നിങ്ങൾക്കതിനെ സെല്ല് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിനൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, നിങ്ങൾ ക്യാഷ് വെച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. ക്യാഷ് വെച്ചിട്ടല്ല നിങ്ങൾ ഈ പറഞ്ഞ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ടൈം, നിങ്ങളുടെ എഫേർട്ട് ഇത്ര ഇട്ടിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന ഓരോ രീതിയിൽ ഏതൊക്കെ മെത്തേഡുണ്ടോ, എങ്ങനെയൊക്കെ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ, ഇങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്യാൻ പോകുന്നത്.
അടുത്തതാണ് ഫോട്ടോഗ്രാഫി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാനൊരു എഞ്ചിനീയറാണ്, അപ്പോൾ എനിക്കെങ്ങനെ ഫോട്ടോഗ്രാഫിയിൽ എനിക്കെങ്ങനെ പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി എനിക്ക് അറിയത്തുപോലുമില്ലൂ, എനിക്ക് ഫോട്ടോഗ്രാഫിയുടെ ABCD അറിയത്തില്ല, ഞാൻ എങ്ങനെ ചെയ്യും? നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയുടെ കൂടുതലൊന്നും പഠിക്കേണ്ട. നിങ്ങൾക്ക് ഒരു മൊബൈലുണ്ടോ, അത്യാവശ്യം ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു മൊബൈലുണ്ടോ എങ്കിൽ ഈ മൊബൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി സൈറ്റുകളുണ്ട്. ഞാനിവിടെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാം, ഈ സൈഡ് കാണിക്കാം ഈ സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഷട്ടർ ഷോക്ക്, അഡോബ് സ്റ്റോക്ക്, ഐസ്റ്റോക്ക്, ഫ്രീ പിക്ക്, ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റോക്ക് ഫോട്ടോഗ്രാഫി സൈറ്റുകളുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റുകൾ വഴി നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് പൈസ കിട്ടുന്ന നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, സപ്പോസ് നിങ്ങൾ ട്രാവൽ ചെയ്ത് നിങ്ങൾ ദുബായിലെത്തി, നല്ലൊരു ഫോട്ടോ, അപ്പോൾ നിങ്ങൾ ഡൗൺ ടൗണിൽ പോയി, നിങ്ങൾ ബുർജ് ഖലീഫയുടെ നല്ലൊരു ഫോട്ടോ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആ ഫോട്ടോ നിങ്ങൾ ഈ പറയുന്ന ആപ്ലിക്കേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ, ആരെങ്കിലും ഇൻ കേസ് ഡിസൈനേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സൈറ്റിൽ ബുർജ് ഖലീഫാസ് ഗുഡ് ഫോട്ടോ അല്ലെങ്കിൽ വോർഗെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ, നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും അവരുടെ സജഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ടാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ നല്ല ഫോട്ടോ ആയിരിക്കണം, ആ ഫോട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട് അവരത് ക്ലിക്ക് ചെയ്ത് അവരത് പർച്ചേസ് ചെയ്താൽ, നിങ്ങൾക്ക് ഈ പർച്ചേസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരു എമൗണ്ട്, നിങ്ങളുടെ ഒരു റോയൽറ്റി എമൗണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന സൈറ്റുകൾ വഴി, അതായത് ഈ പറഞ്ഞ ഞാനിപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഞാൻ പർച്ചേസ് ചെയ്താൽ ഞാൻ പൈസ പേ ചെയ്യുന്നത് ഈ പറയുന്ന സൈറ്റുകൾക്കായിരിക്കും. പക്ഷെങ്കിൽ ഈ സൈറ്റുകൾ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് റോയൽറ്റി എന്ന രീതിയിൽ നിങ്ങൾക്കൊരു എമൗണ്ട് നിങ്ങൾക്ക് തരും. ഒരു ഫോട്ടോയ്ക്ക് നിസ്സാര പൈസ കിട്ടത്തുള്ളൂ. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോകൾ എടുത്തിടുക. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണുന്ന സാധനങ്ങൾ ഇടാം. അതുപോലെ എന്തും ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ഫ്രെയിം എന്ന് തോന്നുന്ന ഒരു സാധനം നിങ്ങളുടെ മൊബൈലെടുത്ത് നിങ്ങൾ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഈ പറയുന്ന ഫോട്ടോഗ്രാഫി വഴി നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇനിയും ഇതേ ഫോട്ടോ കൊണ്ട് തന്നെ വേറൊരു കാര്യമുണ്ട്, അതായത് ഫോട്ടോഗ്രാഫി പ്രിൻ്റ് എന്ന് പറയും. ഇപ്പം നിങ്ങളിപ്പോൾ എടുത്ത നല്ല മനോഹരമായ ഫോട്ടോ, ഇപ്പം നിങ്ങളൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾ പുറത്ത് പോയിട്ട് നല്ലൊരു ഫോട്ടോ, എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു ഫോട്ടോ നിങ്ങൾ എടുത്തു, ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷിയുടെ നല്ലൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഫോട്ടോ നിങ്ങൾക്ക് അതൊരു ഫ്രെയിം പോലെ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഈ പറയുന്ന സൈറ്റുകൾ വഴി നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോട്ടോ ഫ്രെയിമായിട്ട് അത് വിൽക്കാം. വീടൊക്കെ ഇൻറ്റീരിയർ ചെയ്യാനൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ വെക്കാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അതുപോലെ ഓഫീസുകളിലൊക്കെ ഈ പറയുന്ന ആർട്ട് വർക്കുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെ ആരെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫോട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കത് ഫ്രെയിമിൻ്റെ സൈസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്കത് കൊറിയർ ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല പൈസ മേടിക്കാൻ പറ്റും. ആ ഫോട്ടോ അവർക്ക് വേറെ എങ്ങും കിട്ടത്തില്ല, കാര്യം നിങ്ങളുടെ കയ്യിലേ ഉള്ളൂ. കാര്യം നിങ്ങളെടുത്താൽ നിങ്ങൾക്ക് ഓൺലൈൻ ഫോട്ടോഗ്രാഫി കോഴ്സുകളൊക്കെ ചെയ്യാം. ലൈക്ക് നിങ്ങൾ എങ്ങനെ ഒരു പടം എടുത്തു, നിങ്ങൾക്ക് നിങ്ങൾ കുറച്ച് ഫെമിലർ ആയി കഴിയുമ്പോൾ, നിങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങൾ കുറച്ച് ഫെമിലർ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഫോട്ടോഗ്രാഫി കോഴ്സുകൾ ചെയ്യാം. ഇത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനും പറ്റുന്ന കേട്ടോ. നിങ്ങൾക്കും ഈ പറയുന്ന പോലെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി കോഴ്സുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പിള്ളേരെ പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ഒരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തതെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പൈസയൊന്നും മുടക്കണ്ട. നിങ്ങൾ വിചാരിക്കും റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ, നല്ല പൈസയല്ലേ എന്ന്. പൈസയൊന്നും മുടക്കണ്ട. ഞാൻ ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് പറയാം. ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ റേഞ്ച് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഇവിടെ റിയൽ എസ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നവർക്കറിയാം. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ പോലും നിങ്ങൾ പൈസ മുടക്കാതെ നിങ്ങൾക്ക് എങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കാശ് ഉണ്ടാക്കാം എന്നുള്ളത്, നിങ്ങൾക്ക് നല്ലൊരു മൊബൈൽ ഉണ്ടാവും, അത്യാവശ്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ചൊക്കെ അറിയാമെന്നുള്ള ഒരാളാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സ്പേസ്, നിങ്ങളിപ്പോൾ ഏത് ലൊക്കേഷൻ, ഇപ്പോൾ സപ്പോസ് ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ നേരെ നിങ്ങളുടെ മൊബൈലിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്യുക, ലീഡിങ് റിയൽ എസ്റ്റേറ്റ് കമ്പനീസ് ഏതൊക്കെ ഉണ്ടെന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട്, ഇതുപോലെ എനിക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടീസ് ഇപ്പോൾ സെല്ല് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ സെല്ല് ചെയ്യാൻ, അല്ലെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ എനിക്ക് റെൻ്റ് ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പം ഞാൻ ചെയ്തോട്ടം ചോദിക്കുക. അപ്പോൾ അവർ പറയും ഓക്കെ നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ എത്രയാണ് കമ്മീഷൻ? അപ്പം നിങ്ങളൊരു കമ്മീഷൻ പറയുക, ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യുന്നതിന് ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ എനിക്ക് കിട്ടിയാൽ മതി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇനീഷ്യലി നിങ്ങൾ ഒരു ബിഗിനറൊക്കെ ആകുമ്പം നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിലുള്ള ഒരുപാട് കമ്മീഷൻ പറയരുത്. മാർക്കറ്റിലുള്ള ഒരു കമ്മീഷൻ സ്ട്രക്ചർ എന്താണെന്ന് പഠിച്ചിട്ട് അതിൽ നിന്ന് ഒരു 1-2% താത്ത് പറഞ്ഞിട്ട് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോയിട്ട് ഇവർക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവുമല്ലോ. ഇപ്പം അതായത് റെഡി ആയിട്ടുള്ള സെല്ല് ചെയ്യാൻ പണിയൊക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോപ്പർട്ടീസിൽ പോകുന്നു, നിങ്ങൾക്കൊരു മൊബൈൽ ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ ആ മൊബൈൽ ഒരു ചെറിയൊരു ഗിംബൽ ഉണ്ടെങ്കിൽ ആ ഗിംബൽ വെച്ചിട്ട്, ഇപ്പോൾ സെൽഫിയൊക്കെ എടുക്കാൻ എല്ലാവരും എടുക്കുന്ന ഗിംബലുണ്ട്, ഈ ഗിംബൽ വെച്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം, ഫോട്ടോസ് ഷൂട്ട് ചെയ്യാം. ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ ഈ പറഞ്ഞ ആപ്പുകൾ വഴി എഡിറ്റ് ചെയ്ത് വേറെ എങ്ങും പോകണ്ട, നിങ്ങൾ കാശ് മുടക്കണ്ട. നിങ്ങളുടെ സോഷ്യൽ മീഡിയ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, നിങ്ങളുടെ ഫേസ്ബുക്ക്, നിങ്ങളുടെ യൂട്യൂബ്, നിങ്ങളുടെ ടിക്ടോക്ക്, നിങ്ങളുടെ വാട്സപ്പ്, ഇങ്ങനെയുള്ള നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയെല്ലാം ഇത് ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുക്കാം. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്രോപ്പർട്ടി കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി പൈസയൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇച്ചിരി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ ബൂസ്റ്റ് ചെയ്ത് വിടുമ്പോൾ നിങ്ങൾ കയറി പൊക്കോളും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനീഷ്യലി ഒന്നും കിട്ടത്തില്ല, ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒന്നും കിട്ടത്തില്ലായിരിക്കാം. ചിലപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു ക്ലയൻറ്റ് വരുന്നു, ഒരാൾ ചോദിക്കുന്നു ഓക്കെ എനിക്ക് ഇതിനെ
പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയണം, ഈ പ്രോപ്പർട്ടിയുടെ എനിക്ക് മേടിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലീഡ് കിട്ടി, നിങ്ങളൊരു ക്ലൈൻറ്റിനെ കിട്ടി. നിങ്ങൾ അവരെയും കൊണ്ട് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾ ഈ പ്രോപ്പർട്ടി കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ആ പ്രോപ്പർട്ടി മേടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൊച്ചിയിലുള്ള ഒരു 50 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 1 കോടിയുടെ ഒരു ഫ്ലാറ്റ് വിറ്റു, നിങ്ങളൊരു 2% അല്ലെങ്കിൽ 3% കമ്മീഷനിലാണ് നിങ്ങൾ ആ ഫ്ലാറ്റ് വിറ്റതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കോടിക്ക്, സപ്പോസ് 1 കോടിയുടെ ഒരു ഫ്ലാറ്റ് വിറ്റു, നിങ്ങൾക്ക് 2% അല്ലെങ്കിൽ 3% കമ്മീഷൻ കിട്ടി, നിങ്ങൾക്ക് എത്ര പൈസ കിട്ടി, എത്ര ലക്ഷം രൂപ കിട്ടി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത്രേ ഉള്ളൂ. അതായത് ഇത് ഞാൻ പറയില്ല, ഇതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ ഹാർഡ് വർക്കാണ്. നമ്മൾ പണിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പണിയെടുക്കാതെ നടക്കത്തില്ല കേട്ടോ, പണിയെടുക്കാതെ നടക്കത്തില്ല. പാസീവ് ആയാലും ഡയറക്റ്റ് ആണെങ്കിലും എങ്ങനത്തെ ഇൻകം ആണെങ്കിലും പണിയെടുക്കാതെ കണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പെടാതെ കണ്ട് കിട്ടുകത്തേയില്ല. വെറുതെ മറ്റേ ഏതൊരു സിനിമയ്ക്ക് അതിൽ പറയുന്നതിൻ്റെ കൂട്ട് നമ്മൾ വെറുതെ കാലം നീട്ടിയിരുന്ന പടച്ചവും പൈസ കൊണ്ട് തരത്തില്ല. അറിഞ്ഞു പണിയെടുത്തെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് കൊണ്ട് തരത്തുള്ളൂ. ദൈവത്തെ വിശ്വസിക്കുന്നവരോട്. ദൈവത്തെ വിശ്വസിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അറിഞ്ഞു പണിയെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ. അല്ലാതെ ഒരുത്തന് നിങ്ങൾക്ക് 5 പൈസ കൊണ്ട് തരത്തില്ല. അതേപോലെ പൈസ ഉണ്ടെങ്കിലേ എല്ലാം ഉള്ളൂ. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. പലരും പറയും പൈസയൊന്നുമില്ല, പൈസയ്ക്ക് അപ്പുറത്ത് വലിയ കാര്യങ്ങളൊന്നും. അതൊക്കെ വെറുതെ പറയുന്നവനൊക്കെ വെറുതെ പറയുന്നതാണ്. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിലയുണ്ടാവൂ. പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടാവും. പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന മനസ്സമാധാനമായിരിക്കും. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പൈസ വേണം. ഇനി അടുത്ത ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മേഖല എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ്. ഇപ്പോൾ ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട് ഈ തുടങ്ങിയവയിലൊക്കെ നിങ്ങളൊരു ഡിവിഡൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ആ വാങ്ങുന്ന ഒരു ഡിവിഡൻഡ് പെട്ടെന്നൊരു ക്യാപിറ്റൽ ഗെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇരട്ടി ലാഭമാണ്. അപ്പോൾ നിങ്ങൾക്കതൊരു പാസീവ് ഇൻകമായിട്ട് നിങ്ങൾക്കതിനെ കണക്ക് കൂട്ടി നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അധികം ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് റെക്കമെൻഡ് ചെയ്യത്തില്ല ഈ സ്റ്റോക്ക് മാർക്കറ്റ്. കാര്യം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഞാണമേ കളി പോലാണ്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങളൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകാനെ കൊണ്ട് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായതിനു ശേഷം മാത്രമേ പോകാവൂ. അല്ലാതെ പോയിട്ട് പണി കിട്ടരുത്. കാര്യം പൈസയും പോയിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. അതുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൈസ മുടക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികമായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിച്ച് വേണം ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും അതുവഴി ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനും പോകാനും. പിന്നെ ഞാനീ പറഞ്ഞ യൂട്യൂബ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മീഡിയകൾ വേറെ ഉണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ട് നിങ്ങളൊന്ന് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഈ പറയുന്ന പെയ്ഡ് പ്രൊമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആ പെയ്ഡ് പ്രൊമോഷൻ വഴി നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. അതേപോലെ തന്നെയാണ് ഫേസ്ബുക്കിൽ നിങ്ങൾ ഈ പറയുന്ന കണ്ടന്റ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ റീച്ചൊക്കെ ആയി നിങ്ങൾക്ക് ഒരു ഫോളോവേഴ്സും, അതേ ഫേസ്ബുക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഈ ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ആഡ് വഴി നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇൻകം ജനറേറ്റ് ചെയ്യാനെ കൊണ്ടുള്ള ഒരുപാട് സോഴ്സുകളുണ്ട്. പക്ഷേ നമ്മൾ അതിനൊക്കെ പണിയെടുത്ത് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഴ്സുകളുണ്ട്. അതായത് സ്റ്റുഡൻസിനാണെങ്കിൽ പോലും, പിന്നെ വർക്കിംഗ് എംപ്ലോയീസിനാണെങ്കിൽ പോലും. കാര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ വേറെ എന്ത് മാറ്റി വെച്ചാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സാധനം, അതായത് മൊബൈൽ. ആ മൊബൈൽ വഴി നിങ്ങൾക്ക് കാശുണ്ടാക്കാവുന്ന ഒരുപാട് വഴികളുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരുപാട് വഴികളുണ്ട്. അതിനകത്തിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്. അപ്പം നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് പോവുക. ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെയൊക്കെ ഒരു പാസീവ് ഇൻകം സോഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു 90s കിഡ്സ്, ഏറെക്കുറെ 2K കിഡ്സ് വരെയും പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതായത് ഒന്ന് കേറ്ററിങ്, അതായത് വിളമ്പിന് പോകുമെന്ന് പറയും. നമ്മൾ കേറ്ററിംഗ് ഉണ്ടപ്പോൾ നമ്മൾ സാറ്റർഡേ സൺഡേ ഓഫുള്ള, അതായത് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നേരെ കേറ്ററിങ്ങിന് പോകുമായിരുന്നു. അതായിരുന്നു നമ്മുടെ ഒരു പാസീവ് ഇൻകം സോഴ്സ്. 2 ലൈറ്റ് ബോയ് ആയിട്ട് പോകും. അതായത് വീഡിയോഗ്രാഫർക്കൊക്കെ നമ്മൾ ലൈറ്റ് ബോയ് ആയിട്ടൊക്കെ പോകും കല്യാണത്തിനൊക്കെ. അതൊരു ഇൻകം സോഴ്സ് ആയിരുന്നു. പിന്നുള്ളതെന്ന് വെച്ചാൽ ഈ പെട്രോൾ പമ്പുകളിൽ നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടിക്ക് പോകും. അതായത് നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നൈറ്റ് ഷിഫ്റ്റിന് പെട്രോൾ പമ്പുകളിൽ ഡ്യൂട്ടിക്ക് പോകും. അതും നമ്മുടെ ഒരു പാസീവ് ഇൻകമാണ്. ഈ പെട്രോൾ പമ്പിൽ പോകുന്നത് ചില കുട്ടികൾ, അതായത് ഇച്ചിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ അവരുടെ ഒരു ഡയറക്റ്റ് ഇൻകമായിട്ട്, അതായത് ഒരു ജോലിയായിട്ട് തന്നെ പോകുന്നവരുണ്ടായിരുന്നു കേട്ടോ. ഞാനൊക്കെ അങ്ങനെ പോയിട്ടില്ല. ഞാനൊക്കെ ഒരു പാസീവ് ഇൻകം രീതിയിൽ, അതായത് സ്കൂൾ കഴിഞ്ഞതിന് ശേഷം നൈറ്റ് പോവുക എന്നുള്ളൊരു രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സ്കൂളിൽ ഒരു പാസീവ് ഇൻകം, അതായത് ഒരു സേവിങ്സ് ആയിട്ട് സഞ്ചയിക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതെനിക്കറിയാം 90s കിഡ്സിന് നന്നായിട്ട് മനസ്സിലാവും. ഈ സഞ്ചയിക എന്ന് പറഞ്ഞ പരിപാടി നമുക്ക് സ്കൂളിലുള്ള പരിപാടിയാണ്. സഞ്ചയിക എന്ന് പറഞ്ഞിട്ടൊരു സേവിങ്സ് പോലെ ഒരു പരിപാടി. അതൊരു പാസ്ബുക്കൊക്കെ പോലൊരു പരിപാടിയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു വർഷത്തെ കഴിയുമ്പോൾ അത് പൈസ കിട്ടും. ഞാൻ മറന്നു പോയിക്കോട്ടെ അതിൻ്റെ എക്സാക്റ്റ് എങ്ങനെയാണെന്ന് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പക്ഷേ ഈ സഞ്ചയിക എന്ന് പറയുമ്പം എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ മനസ്സിലാവും സഞ്ചയിക. അങ്ങനെയൊക്കെ
അങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു രീതിയിൽ. പിന്നെ വേറൊരു കാര്യം മറന്നുപോയി, മെയിൻ സാധനമാണ്. അതായത് ഇന്ന് അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നാളെ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇല്ലാതാവാൻ പോകുന്ന ഒരു സാധനമാണ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയും. ഈ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്, ന്യൂസ് പേപ്പേഴ്സ് ഈ പേപ്പർ ഇടാൻ പോകുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, ന്യൂസ് പേപ്പർ ബോയ് ആയിട്ട് പോകുമായിരുന്നു. അതായത് രാവിലെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നൊക്കെ സമയത്ത് രാവിലെ ഒരു 3 മണി, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, രാവിലെ ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് വെച്ച് അമ്മ ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് തരും. ആ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് നേരെ സൈക്കിളിൽ എടുത്തിട്ട് നേരെ അവിടുത്തെ നമ്മുടെ ജംഗ്ഷൻ, ഇപ്പോൾ എൻ്റെ നാട്ടിൽ വരികയാണെങ്കിൽ കോന്നി ജംഗ്ഷനിൽ പോകും. കോന്നി ജംഗ്ഷനിൽ ചെന്നിട്ട് ഈ 2:30 ആകുമ്പോഴേ പത്രക്കെട്ടുമായിട്ട് വണ്ടി കൊണ്ടുവന്നിട്ട് ഈ പത്രം കൊണ്ട് ആ ഒരു ഏതെങ്കിലും നമ്മൾ എടുക്കുന്ന ഒരു സ്പോട്ടുണ്ട്, ആ സ്പോട്ട് ഇടും. അപ്പോൾ നമ്മൾ ഒരു 3 മണിയാകുമ്പോൾ വരും. നമ്മുടെ ഒരു ഏരിയ ഉണ്ടാവും, നമ്മുടെ ഏജൻറ്റിൻ്റെ പത്രം ഇടുന്ന ഏരിയ. ആ ഏരിയയിൽ പോയിട്ട് നമ്മൾ പത്രം എടുത്തിട്ട്, നമുക്കിപ്പോൾ ഒരു 100 വീടുണ്ട്, 100 പത്രം എടുത്ത് നമ്മൾ ഏതൊക്കെയാണ് പത്രം, പിന്നെ 95 മനോരമ, പിന്നെ 5 മാതൃഭൂമി, 10 ഹിന്ദു, അങ്ങനെ ഒരു ഇതുണ്ട്. നമ്മളത് എണ്ണിയെല്ലാം എടുത്ത് നമ്മൾ സൈക്കിളിൻ്റെ പുറകിൽ ക്യാരിയറിലെല്ലാം വെച്ച് കെട്ടി ഈ വീടുകളിലൊക്കെ പോയി പത്രം ഇടും. ഈ പത്രം ഇടാൻ പോകുന്ന സമയത്ത് പട്ടി അഴിച്ചിട്ട് വീട്ടിലാണ് പോകുന്നുണ്ടെങ്കിൽ ഈ പട്ടി ഓടിച്ച് വയറിളക്കുന്ന ഒരു പരിപാടിയുണ്ട്. എൻ്റെ പൊന്നു, അതെല്ലാം അങ്ങനെയൊക്കെ നിങ്ങൾക്കറിയാം, പോകുന്നവരൊക്കെ ഉണ്ട്, ഇപ്പോഴും പോകുന്ന പിള്ളേരൊക്കെ ഉണ്ടാവും, ഇപ്പോഴും പോകുന്ന അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങളറിയാമല്ല, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. ഇതൊക്കെ നിങ്ങൾ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നതാണ്, അല്ലാതെ ആരെയും നിങ്ങൾ പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ ആരെയും പറ്റിച്ചോ അല്ല നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നത്. അതിനകത്ത് നിങ്ങൾ ധൈര്യമായിട്ട് ആത്മാഭിമാനത്തോടെ പൊക്കോ. ഞാനൊക്കെ പോയിട്ടുള്ളവനാണ്, ഞാനും ഈ പറയുന്ന പണികളെല്ലാം ചെയ്തിട്ടുള്ളത്. അതായത് പാസീവ് ഇൻകം. ഇനി ഞാൻ ഈ യൂട്യൂബിൻ്റെ ഇൻകമിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കൊടുത്തൊരു കാര്യം പറയാം. യൂട്യൂബ് 2025 ഭയങ്കര കുറേ കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് പുതിയ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊക്കെ നല്ലൊരു വർഷമായിരിക്കും 2025. കാര്യം AR VR ടെക്നോളജി വരെയും ഈ പറയുന്ന യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വർഷം. AI ഒക്കെ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ AI ആയിട്ട് ലിങ്ക് ചെയ്തിട്ടൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ട, AI ജനറേറ്റഡ് തംബ്നെയിൽ, അതായത് നിങ്ങളുടെ വീഡിയോയ്ക്ക് ക്ലിക്ക് ബൈറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള തംബ്നെയിൽ വരെയും ഇനിയിപ്പം ഡിസൈൻ, അതായത് AI വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും യൂട്യൂബ് വഴി. അപ്ഡേറ്റ് ഒക്കെ എന്തായാലും വരുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നല്ല സമയമാണ്, തുടങ്ങിക്കൊള്ളുക. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു പാസീവായിട്ട് നമുക്കൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് രീതികളും അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഒരു സീരീസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഏതാ ഈ ദുബായിലെ ജോലിയുടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടൊരു സീരീസ് ആയിരുന്നു. അതിനിടയ്ക്ക് നമ്മളിപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ഇട്ടു, ഒരു ജിം ട്രെയിനേഴ്സിനും ദുബായിൽ എങ്ങനെ വരാം, അതുപോലെ ഒരു ഫിറ്റ്നസ് ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പം അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് ഈ ഇച്ചിരി പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പണിയോടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്ക് എടുത്തത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കട്ടയ്ക്ക് ഇങ്ങോട്ട് കൂടെ ഫോളോ ചെയ്ത് നിൽക്കുക. ഞാനും ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഈ പറയുന്ന നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇനി എന്തൊക്കെയാണ്, ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനെ കൊണ്ട് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ വരുന്ന എപ്പിസോഡിൽ വീഡിയോ ആക്കി ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും മസലാമ.